എടാ നിങ്ങൾ പിന്നെ എല്ലാം എൽ സ്ട്രീം ഇടുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഡെയിലി ചെയ്യുമ്പോ എല്ലാം ആണെന്നല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെ ഓണായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ചെയ്യാം. ഡെയിലി ലൈവ് ചെയ്താൽ എല്ലാം ആവും. കാരണം നമ്മളൊരു 3 ലൈവ് ചെയ്യുമ്പോൾ 1 ലൈവ് എങ്ങനെയും എല്ലാം ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഡെയിലി ലൈവ് ചെയ്യുന്നത് കാര്യമില്ലല്ലോ. പിന്നെ ബ്രേക്ക് ആവശ്യമാണെന്നാണ് ഇപ്പം ബ്രേക്ക് ആവശ്യം. ഡെയിലി ഇങ്ങനെ വന്നു ഞാൻ പറയും ഡെയിലി അങ്ങ് ചെയ്യുക. ഡെയിലി ചെയ്യുക. ചാറ്റ് പറഞ്ഞു. ആണോ? ഡാൻസർ ഗസ്റ്റ് എന്താ പേരെന്താ? ഇന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോടാ. പേരെന്താ? ജെഎംകെ എന്താ നിന്റെ ആർട്ടിസ്റ്റ് നെയിം ആണോ? ശരിക്കും ഫുൾ പേരെന്താ? പറ ഫുൾ പേരെന്താ? ജോബിൻ. ആണോ? ഓക്കെ. ഫസ്റ്റ് ഡാൻസ് ആർമിക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ സെക്കൻഡോ? സെക്കൻഡ് 2 ഡാൻസാ? മിമിക്രി. ഓ ഡാൻസ് മിമിക്രി. അത്രയും സമയം. നിനക്ക് ആദ്യത്തെ ഡാൻസ് അടിപൊളിയാണെങ്കിൽ രണ്ടാമത്തെ തരുവേ ചാൻസ് തരുവേ. ആദ്യത്തെ അടിപൊളിയാണെങ്കിൽ തരുവേ. കാരണം ഓൾറെഡി ആൾക്കാർ നോ ഗസ്റ്റ് എന്നുള്ള സംഭവം പറയുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഡബ്ല്യു പെർഫോമൻസ് ആണെങ്കിൽ മാത്രം സെക്കൻഡ് ചാൻസ് ഉള്ളൂ. ഓക്കെ റെഡി. ഏതാ പാട്ടേതാ? തെരിമേരിയോ? മറ്റേ പട തെരിയാക്കിയ ഇതാ. വെൽക്കം ഡ്രിങ്ക്. എടാ ഡെയിലി സ്ഥിരം റൂട്ടീൻ ചെയ്യുന്നത് ശരിയല്ലടാ. എടാ ഞാൻ പറയട്ടെ, നമുക്ക് ഗസ്റ്റിനെല്ലാം ആകെ കുറച്ച് സമയം നമുക്ക് പെർഫോം ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അതിനിടയ്ക്ക് വെൽക്കം ഡ്രിങ്ക് എല്ലാം കൊടുക്കും. കുറെ സമയമാവുക. പെട്ടെന്ന് പെർഫോമൻസിലേക്ക് പോട്ടെ. ഓക്കെ ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട്. കുറച്ച് ബാക്കിലേക്ക് എന്റെ കാല് കാണും. അതൊക്കെ yo
അങ്ങനല്ല, നോ ഡിസ്റെസ്പെക്ട്. ശരിക്കും ഇതെന്താ ഇതിങ്ങനെ കൾച്ചറൽ ഡാൻസ് ആണോ? നമുക്ക് മനസ്സിലായില്ല. പഞ്ചാബി ഡാൻസ് ഇങ്ങനെയാണോ? ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതാ അതിൽ ആർമിയായിട്ട് എന്താ ബന്ധം? ആർമിയിൽ ഇങ്ങനത്തെ ഡാൻസ് കളിക്കും ആണോ? ആ, നമ്മളാദ്യമായിട്ട് കേൾക്കുന്നത്. അല്ല, നമ്മളാദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. എന്തായാലും നമുക്ക് അറിയാത്തോണ്ട് വേറെ ഡാൻസ് അറിയോ? അടുത്തില്ല, അതും കൂടി നോക്കാം. അടുത്തും കൂടി നോക്കാം. ഇതെന്തോ കൾച്ചർ പഞ്ചാബി ടൈപ്പാ, മനസ്സിലാവും. ആർമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താ. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റും, മനസ്സിലായത് കൾച്ചറൽ ആയിരിക്കും, മനസ്സിലായി. എല്ലടല്ല വേറെ നോക്കാം. അടുത്തത് നമുക്ക് അടുത്ത ഓഡിയൻസിന് ഡെഡിക്കേറ്റ് ചെയ്താ. കാക്കാമലയില് ഇത് പൊളിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരുടെ കയ്യിലൊക്കെ മൈക്കുള്ളത്? ഇതാ വേറെ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ ബാക്കിൽ നിന്ന് വേറൊരു കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ എന്റെ സൗണ്ടിൽ കേൾക്കൂല, മനസ്സിലായി. അല്ലെങ്കിൽ മൈക്ക് ഇവിടെ ഒരു ആരെ കയ്യിൽ 4 മൈക്ക് ഉണ്ടായിരുന്നില്ല. ഏതാ ബ്രോ? പാട്ട് ഏതാ? എന്താ പേര് പറഞ്ഞ? ഇതെന്താ അവിടെ ആരാ? വെള്ളം കൂടിയാണോ? ഇതാണോ ഫസ്റ്റത്തേണോ? ഓക്കെ, ഇതും കൂടെ നോക്ക്. അല്ല, നീ നിന്റെ ടാലന്റ് ഫോക്കസ്. ഓക്കെ, ശരി. നല്ല ഡാൻസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ലായിരുന്നു. ഇവിടെ കുറെ ടാലൻസ് വരുന്നോണ്ട് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഒരാള് കളിക്കുമ്പോൾ W എന്നല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു കൺഫ്യൂഷൻ വരും. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല, അല്ല നല്ലായിരുന്നു. എല്ലിന്റെ ഡബ്ല്യൂന്റെ ഇടയിലായിരുന്നു, മിഡായിരുന്നു. എല്ലൊന്നും ആയിരുന്നില്ല, മോശമൊന്നുമല്ല, നല്ല തന്നെ. LBW എടാ, W നല്ലത്, എല്ല് മോശം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലൊരു സംഭവം ഉണ്ട്, മിഡ് രണ്ട് കുഴപ്പമില്ലാത്തൊരു സംഭവം. നല്ലായിരുന്നു. ഓക്കെ, എനിവേസ് മിമിക്രി ഉണ്ടോ? മിമിക്രി ഓക്കെ. ഓക്കെ, ഒരു മിമിക്രി കൂടി ചെയ്യണം. പെട്ടെന്ന് ചെയ്തോ ബ്രോ, പെട്ടെന്ന് ചെയ്തോ. അത് കയ്യിൽ പിടിച്ചോ. അല്ല, അങ്ങനെ നിൽക്കുന്നില്ല, കയ്യിൽ പിടിച്ചോ. അങ്ങനെ അതായിരിക്കും നല്ലത്. അല്ല, ഇങ്ങനെ പിടിച്ചോ. പിടിച്ചോ. കുട്ടി കരയുന്ന സൗണ്ട്. അത് ഇതായി നീല കത്തി. ഇത് ഞെക്കി പിടിച്ചോ? ഇങ്ങനെ കഴിയും. മൈക്ക് പോയി.
കുഴപ്പമില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ കാര്യം. അടുത്തത് ഇടക്ക. അടക്ക തേങ്ങ. എന്താണ് ഇടക്കാന്ന് പറഞ്ഞ ചെണ്ട ചെണ്ട ചെണ്ട. നീ മൈക്ക് എന്താ ചെയ്തത് മുത്ത? ഇത് നീല കത്താൻ തുടങ്ങി, ഇത് പോയി. അത് കാക്കാമല്ലയില് കളിച്ചപ്പോ ഇതായതായിരിക്കും. അല്ല, ഇതിലേതോ സ്വിച്ച് ഞെക്കി പിടിച്ച് പവർ ഞെങ്ങിയല്ലേ? അല്ല, ഇതെന്താ പറയുക, ഇത് അൺലിങ്ക് ആയതാ, പേര് മാറിയതാ. ഇനിയിപ്പോ അത് ശരിയാക്കണമെങ്കിൽ മൊത്തം മൈക്ക് ഊരി പെട്ടിയിലിട്ട് തിരിച്ചെടുക്കണം. ഇത് പോയി, ഈ മൈക്ക് തൽക്കാലം ഒഴിവാക്കി. ഇതില്ലാണ്ട് നമുക്ക് സ്ട്രീം ചെയ്യാം. എന്തായാലും കൊള്ളാം. എന്തായിരുന്നു, എന്ത് സൗണ്ടാ നീ ഇപ്പൊ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ? കാക്ക കരയുന്ന കുട്ടിയായിരുന്നു അത്. കൊള്ളാം. അടുത്തെന്താ? അടുത്തത് ചെണ്ട. കോഴിയാ? നടക്കട്ടെ. എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടല്ലോ, അതാന്നല്ല. കോഴി മുട്ടയിട്ട് കഴിയുമ്പോൾ ഒരു സൗണ്ട് ആണ് അടുത്തതായി. ഓക്കെ. ഇപ്പൊ ഇതൊരു സൂവായി മാറി. അപ്പൊ കോഴി മുട്ടയിടുന്നതിന് മുമ്പുള്ള സൗണ്ടോ? മുമ്പ് സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലേ? എന്റെ നാട്ടിലുള്ള ഭൂമിയാ. കഴിഞ്ഞോ? എന്തായാലും താങ്ക് യു. നന്നായി. ഗിഫ്റ്റ് ആയിട്ട് വേണം ഒരു ചവിട്ട് തരാം. ഓക്കെ, അപ്പം പോയിട്ട് എന്താ പേര് പറഞ്ഞേ? ഓക്കെ, നൈസ് ടു മീറ്റ് യു ബ്രോ. നൈസ് ടു മീറ്റ്. അടിപൊളിയായിരുന്നട്ടാ, ഞാൻ പറയണ്ടെന്നേ. ഇതെന്താ സംഭവം? പോയാ ഇത് പോയിന്തോ? ഞാൻ പറയാം, ഇപ്പൊ ഇതൊരു മൃഗശാലയായി മാറി ഒരു 10 മിനിറ്റത്തേക്ക്. ഇവൻ കാണിച്ച എല്ലാ സൗണ്ടുകളും ഓരോ മൃഗത്തിൻ്റെതായിട്ട് എനിക്ക് തോന്നിയത്. കാക്ക, കുയില്. പോയാ മൈക്ക് വാങ്ങണം, മൈക്ക് തിരിച്ചു വാങ്ങും. മൈക്ക് വാങ്ങാ, അല്ലെങ്കിൽ ഓൻ പോയിട്ട് അടുത്ത കാക്കൻ്റെ എല്ലാം ആക്കും. ഇത് സ്ട്രീം ചെയ്യുമ്പോണ്ടാവും പെട്ടെന്ന് സൗണ്ട്. റെസ്പെക്ട് പോട്ടെ. പക്ഷെ കൊള്ളാം, ഡാൻസ് എന്തോ നമുക്ക് അറിയാത്ത തരം ഡാൻസ് ആണ്. അല്ല, കുഴപ്പമില്ലടാ, മിഡാടാ, എമ്മ പോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ ദയവ് ചെയ്ത് ഗൈസ്, അതില് ഓനെ ഞാൻ ഒരു കാര്യം പറ്റേ, അതില് മയിർന്ന് സ്പാം ചെയ്യുന്ന എല്ലാരും. എടാ, എമ്മ മയിറല്ല, എമ്മ